ഹായ്, എന്നും വന്നു. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാവുന്നല്ലേ. എന്ത് ചെയ്യാനാ, ഞാനും എൻ്റെ ഗോളിൻ്റെ പിന്നാലെയാണ്. അപ്പം ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ പിന്നാലെ പോകും. അപ്പം ഇത് കുറച്ച് ലാഗ് ആവുന്നുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് വളരെ വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് ഭയങ്കര ഡിലേ ആവുന്നുണ്ട്. അപ്പം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ജേർണിയിൽ എന്തുകൊണ്ട് ആ റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നില്ല, എങ്ങനെ വർക്ക് ആയിപ്പിക്കാം, അങ്ങനെ പറയുന്നതിന് തൊട്ട് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലതിലും കണ്ടിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ഓൾറെഡി ഒരു കുഞ്ഞി പാവനെ ഹോൾഡ് ചെയ്തിട്ട് ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, നോ ഇതെൻ്റെ പ്രിയപ്പെട്ടതാണ്, ഇതെന്നെ കളയല്ലേ. ശരിക്കും ദ ഒറിജിനൽ വൺ ആളുടെ കയ്യിലായിരിക്കും. ആളെ തരാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഇത് എടുക്കുന്നത്. പക്ഷേ വി ആർ നോട്ട് ഓപ്പൺ ഫോർ ദാറ്റ്. അപ്പം നമ്മൾ പല റിലേഷൻഷിപ്പും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു 19, 20, 21 ഏജിലുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പം അത് മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു ട്വിൻ ഫ്ലെയിം അല്ലാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കുറച്ച് ഏർലിയാണ് ഇപ്പോൾ എല്ലാം നടക്കുന്നത്. അപ്പം ട്വിൻ ഫ്ലെയിം ജേർണി അല്ല എന്ന് പറയാൻ ഉള്ള ഒരു അവകാശം എനിക്കില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഹൈ ആയിട്ട് കിട്ടുന്ന ആ പ്ലഷറാണ്. പിന്നെ മോസ്റ്റ്ലി പല വീട്ടിലും അച്ഛനും അമ്മയും ഒക്കെ വർക്കിംഗ് ആയിരിക്കും. ഓൾവേസ് പഠിക്ക് ആ ഒരു ടേം ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു പ്ലഷർ വരുമ്പം നമ്മൾ അതിലേക്ക് കുറച്ചധികം അറ്റാച്ച്ഡ് ആവും. പിന്നെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒന്നും നമുക്ക് അധികം ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അതൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇതൊന്നും വർക്ക് ആവില്ല. പക്ഷേ ബിഫോർ ദാറ്റ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ ഒരാളെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആളുടെ ഒരു വിഷമം, ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ബ്രേക്കപ്പ് കുറച്ച് ട്രോമാസ് തരും. നമുക്ക് കുറച്ച് അധികമായിരിക്കും. നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടുന്നതിനനുസരിച്ച് ആ ട്രോമാസിൻ്റെ ഹെവിനെസ്സും കൂടുതലായിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ മീറ്റ് ചെയ്തത് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനെയാണ്, നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, നമുക്ക് അയാളെ കല്യാണം കഴിക്കാം. ഏറ്റവും കോമഡി ഇതാണ്, എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണനും രാധയും കല്യാണം കഴിക്കണ്ടേ? അപ്പം എല്ലാവരും ചോദിക്കും, അപ്പം ശിവനും പാർവതിയോ? നമ്മൾ പറയുന്നത് ഹൗ നമ്മൾ ലിവ് ചെയ്യുന്ന, അതായത് മനുഷ്യനായിട്ട് ലിവ് ചെയ്തത്, ആക്ച്വലി ദ റിയൽ ലവ്, ദ റിയൽ ബോണ്ടിങ്, ഒരാളില്ലാതെ മറ്റൊരാൾക്ക് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് പഠിപ്പിച്ചിട്ടാണ്. അത് ഡസൻറ്റ് മീൻ ഒരു മെരിറ്റൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് കിടന്ന് ഒരുമിച്ച് സെക്സ് ചെയ്ത് ഒരുമിച്ചൊരു കുട്ടികളെ ഉണ്ടാക്കി ഒരുമിച്ച് ജീവിച്ച് അങ്ങനെ ആയിരിക്കില്ല. അത് ലവ് അല്ല, അതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ്. അതൊരു നമ്മളെ സൊസൈറ്റി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ കല്യാണം എന്നൊക്കെ ഉള്ളത്. സ്വയംവരം ആയിരുന്നു മുന്നേ ഒക്കെ. സ്വയംവരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ എൻ്റെ ജീവിതം തീരുമാനിക്കുകയാണ്. പക്ഷേ റിലേഷൻഷിപ്പ് ഇപ്പം മെരിറ്റൽ സ്റ്റാറ്റസ് ഇപ്പം അങ്ങനെയാണോ? അല്ല, കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിനെ സ്നാച്ച് ചെയ്ത് നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് അത് മാറ്റി എന്ന് വേണം പറയാൻ. അല്ലാതെ അത് തന്നെയാണ് ഇതെന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ കുറേ ഒന്നും മെരിറ്റലായിട്ടുള്ള കാര്യങ്ങളും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ എത്തിയിട്ട് നമ്മൾ ഈ ട്രോമയിൽ നിൽക്കുന്ന സമയത്ത് ആയിരിക്കും ചിലപ്പം ദ റിയൽ ട്വിന്ന് നോക്ക് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ കൂടെ എക്സിസ്റ്റഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രോമയിൽ ചിലപ്പം ഹീലറായിട്ട് ഫസ്റ്റ് വന്ന് പിന്നെ നമുക്ക് ഇടയിൽ സെപ്പറേഷൻ. അത് നമുക്കറിയില്ലല്ലോ നമ്മൾ ആരാണ് റണ്ണർ ആരാണ് സീക്കർ എന്ന്. അപ്പം ചിലപ്പം നമ്മളായിരിക്കും റണ്ണർ. നമ്മൾ ഡിവൈൻ ഫെമിനീനാണ്, നമ്മൾ റണ്ണറാണ് അല്ല നമ്മൾ സീക്കറാണ്, നമ്മൾ അവരുടെ പിന്നാലെ പോകുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന ചിലപ്പം നമ്മളായിരിക്കും ആക്ച്വലി ദ റണ്ണർ. അപ്പം അത് മറക്കരുത്. സോ എപ്പോഴും കുറേ കാര്യം ഒരു വ്യക്തിനെ ശരിക്കും ഇങ്ങനെ പിടിച്ചിങ്ങനെ തൂങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചിലപ്പം നമുക്ക് ദ ബെറ്റർ വൺ അല്ലെ ദ ബെറ്റർ ഹാഫ് ദ ട്വിന്ന് ഒക്കെ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. സോ നമ്മൾ ആ ഒരു ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരാൾ നമ്മളെ വിട്ടു പോവുകയാണെങ്കിൽ ഓക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറ്റ്സ് പെയിൻഫുൾ. നമ്മൾ ഓൾറെഡി ഫിഷ് ലവിലാണുള്ളത്. കാരണം ആൾ എൻ്റെതാണ്, ആൾ എനിക്ക് മാത്രം, ആൾ എൻ്റെ കൂടെ മാത്രം സെക്സ് ചെയ്യുക, ആൾ എൻ്റെത് അതായത് നമ്മളെല്ലാം
സ്വന്തമാക്കുകയാണല്ലോ. ഈ ലവ് ഓൺ ചെയ്യലല്ല, ഒന്നും സ്വന്തമാക്കലല്ല പ്രണയം. ഇറ്റ്സ് സംതിങ് എൽസ്. സോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ ആര് നമ്മുടെ വിട്ടു പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് പോകേണ്ടത്. ഈവൻ ഇഫ് ഇറ്റ്സ് ഈസ് യുവർ ട്വിൻ ഫ്ലെയിം, യു ഹാവ് ടു ഗോ എലോൺ. അല്ലാതെ നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ ബോണ്ട് ചെയ്ത് എന്തിന് ശിവനും പാർവതീനെ നിങ്ങളെടുത്ത് നിങ്ങൾ ആർഗ്യൂ ചെയ്യാൻ വരുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പം സതീനെ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? രണ്ടുപേരും കൂടെ ഒരുമിച്ചില്ലാണ്ടായതാണോ? അങ്ങനെ ഒരു ഇല്ലായ്മയില്ലല്ലോ. അതൊരു എറ്റേണൽ യൂണിറ്റി ആയിട്ട് നമ്മൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക്. അത് എത്ര എവിഡൻസ് ഒക്കെ തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൂവൺ ആയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, നമ്മളൊരു സോൾ ലെവൽ തിങ്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്ന എന്താണോ അതാണ് ആക്ച്വലി സത്യം. പുറത്ത് എന്ത് പറയുന്നതാണെങ്കിലും ഇപ്പം സയൻസ് 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 ഈസ് എവർ ചേഞ്ചിങ്. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു ഇന്ന് പറയണതല്ല നാളെ ഉണ്ടാവുക, നാളെ ഉണ്ടല്ലോ മറ്റന്നാൾ ഉണ്ടാവുക. ഇറ്റ്സ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. നമ്മൾ 4 ആൾക്കാർ കണ്ണ് പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാർ ആനേനെ കണ്ടിട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? വി ആർ ലിവിങ് ദാറ്റ്. നമ്മൾ കാണുന്നതിനേക്കാളും വലുതാണ്. അവർ തന്നെ ഇപ്പം കണ്ടത് ഇതാണെന്നാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഈ ഒരു തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് അപ്പോഴും നമുക്കൊരു ഇതാണ്. ഇതിന് ബേസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഈ ആനയുടെ കാല് കണ്ടിട്ട് നമുക്ക് ആന ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആനയുടെ ആ ഒരു ഭാഗത്തിന് ഫോക്കസ് ചെയ്ത് നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ അതാണോ ആന? അപ്പം അതല്ല. അപ്പം അത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ട്വിൻ ഫ്ലെയിം യൂണിയൻ വൈകുന്നതിൻ്റെ പ്രധാന കാരണം ട്വിൻ ഫ്ലെയിം ആരാണെന്നും ട്വിൻ ഫ്ലെയിം എന്താണെന്നും ട്വിൻ ഫ്ലെയിമുമായിട്ട് നമ്മളെ യൂണിയൻ എങ്ങനെ വരുന്നു നമ്മൾക്ക് ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഐഡിയ വെക്കേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് നോ ഹൗ ടു ഗിവ് ഇറ്റ്. പക്ഷെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? നമ്മളൊരു ഓപ്പൺ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കണം. ഇപ്പോൾ 19, 20, 21 വയസ്സിലല്ലാതെ 30, 35 കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ, അല്ലെങ്കിൽ 40, 45, 50 ഇതൊക്കെ ഈ ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പ്രണയം കിട്ടാതെ, അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് ഹ്യൂമൻ എന്തായാലും പോളിഗോമിയാണ്. നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് എനർജിയിലായിരിക്കും. നമുക്ക് വിരക്തി, നമുക്കൊരു പ്ലഷർ തരുന്നില്ല. ഓൾറെഡി എത്ര നല്ല ദമ്പതികളാണെങ്കിലും ഒരു പക്ഷേ നിങ്ങൾക്കൊരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നുണ്ടാവില്ല. കാരണം യു ബോത്ത് ആർ വെരി യൂസ്ഡ്. അപ്പം ആ ഒരു ഡോപ്പമൈൻ ലെവലും ഒക്കെ അങ്ങ് വാനിഷ് ആയിട്ടുണ്ടാവും. പിന്നെയുള്ളതൊരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു നമുക്ക് ഒരു അഡിക്ഷൻ. ഇപ്പോൾ ചിലർക്കുണ്ടല്ലോ, ഇപ്പം ഒരു സാധനം കഴിക്കാൻ തുടങ്ങി, അതിന് എന്തിനാണ് നമ്മളത് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ നമുക്കത് മോശമാണ്, നമുക്ക് തരുന്നത് ലൈഫിലേക്ക് നല്ലതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ ബാഡ് ഹാബിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പ്ലഷർ കിട്ടുന്നത്. ആ പ്ലഷർ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സേഷൻ തരുന്നു. നിങ്ങൾ അതിൽ കുറച്ചുകൂടി എൻജോയ്. പ്രണയം അങ്ങനെയാണല്ലോ, ഏറ്റവും വലിയ അഡിക്ഷനാണ് പ്രണയം. ആ ഒരു സംഭവം ആ ഒരു പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും 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 അത് വേണമെന്ന് തോന്നും. അപ്പം ആ ഒരു എനർജിയിൽ നിൽക്കുന്ന സമയത്ത് അപ്പോഴും ട്വിൻ ഫ്ലെയിം ആണ് നമുക്ക് തെറ്റിദ്ധരിക്കാം. അപ്പം നിങ്ങൾ ഓപ്പൺ ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഫേക്ക് ട്വിൻ ഫ്ലെയിമിനെ ആയിരിക്കും. സിമിലർ ആയിരിക്കും ട്വിൻ ഫ്ലെയിം ജേണി ആയിട്ട്. പക്ഷേ നിങ്ങളെ ഫസ്റ്റ് ഇത് ബ്രേക്ക് ചെയ്ത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയ പരുവത്തിലേക്ക് മാറ്റാൻ ഒരു പക്ഷേ ആ ഒരു ഫസ്റ്റ് സ്ട്രൈക്ക് ഫേക്ക് ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് നിന്നായിരിക്കാം. അത് എപ്പോഴും ആദ്യം ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ മാത്രമല്ലേ ശരിക്കുള്ളൊരു ടേക്ക് നടക്കുകയുള്ളൂ. അപ്പം ആ ടേക്കിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനൊന്ന്. അത് മറക്കാണ്ടിരിക്കുക. പിന്നെ അടുത്തത്, ഈ ഒരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്വിൻ ഫ്ലെയിമിനെയാണ് മീറ്റ് ചെയ്തത്, എന്നിട്ടും നിങ്ങളുടെ യൂണിയൻ വൈകുന്നു. യൂണിയൻ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എനർജി കമ്പൈൻ ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് പരസ്പരം ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് മുന്നോട്ട് ഒരുമിച്ചൊരു കോമൺ ഗോൾ ഉണ്ടാവുക, അതിനെ സീക്ക് ചെയ്യാൻ രണ്ടാൾക്കും പറ്റുക. അതൊരു പക്ഷേ ഫിനാൻസ് ആയിരിക്കും. ഫോർ ദ ഫസ്റ്റ് ടൈം ഇത് ഫിനാൻസ് ആയിരിക്കും. അത് ലേറ്റർ ഓൺ ആയിരിക്കും ചേഞ്ച് ആവുക. അപ്പം അങ്ങനെ വരുന്നൊരവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. അതിൽ സെക്സ് എത്രമാത്രം പ്രോമിനൻ്റ് ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് ഡിപ്പെൻസ് ആണ്. സെക്സൊക്കെ നമ്മളെ എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷൻ ഉണ്ടാക്കാൻ, ലവിനെ ഒരിക്കലും നിങ്ങൾ സെക്സുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ട. ഒരു പക്ഷേ അതിൽ സെക്ഷൽ ഇൻറ്റിമസിയും ഉണ്ടാവുമായിരിക്കും. കാരണം ഫസ്റ്റ് നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിമിനെ മീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സെക്ഷൽ എനർജി തന്നെയാണ്. കാരണം നിങ്ങളുടെ ഹാഫാണ്. അപ്പോൾ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾ ഇതുവരെ ടൈം ചെയ്ത് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സെക്ഷൽ കണക്ഷനാണ്. അപ്പം നിങ്ങളെ തമ്മിൽ ചേർത്ത് നിൽക്കാൻ ഒരു അട്രാക്ഷൻ വേണം. ആ അട്രാക്ഷന് പ്രകൃതി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ സെക്സ് എന്നുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആയിരിക്കും, അതല്ലെന്ന് പറയുന്നില്ല. പക്ഷേ യൂണിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെയിൻ അനുഭവിച്ച് ഒന്നും വേണ്ട. ജസ്റ്റ് ഐ വോണ്ട് സിറ്റ് വിത്തും, അല്ലെ ഐ വോണ്ട് ബി വിത്തും, അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ടേമിലേക്ക് മാറിയിട്ട് വി വിൽ ഡൂ ദാറ്റ്, വി വിൽ ഡൂ ദിസ്, വി വിൽ മേക്ക് മണി, അല്ലെങ്കിൽ വി വിൽ അറ്റൈൻ ദാറ്റ്, വി വിൽ ട്രാവൽ ടു ദർ. അങ്ങനെയുള്ളൊരു ഒരു അതിൽ വേറെ ഒരു മായവും ഇല്ലാത്ത ഈ സെക്സ് കൂടെ അങ്ങോട്ട് പോയിട്ട് പരസ്പരം ഒരു കമ്മിറ്റ്മെൻ്റ് എന്നല്ല, നമ്മൾ ഒന്നാവുന്ന ഒരു പ്രക്രിയ, രണ്ടും രണ്ടല്ലാത്ത, എന്നെ അങ്ങനെ തന്നെ ഞാനായിട്ട് പ്യുവറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു യൂണിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അതിന് നിങ്ങൾ ഓപ്പൺ ആവണം, നിങ്ങളെ ട്രോമ ഹീൽ ചെയ്യണം, നിങ്ങളെ എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യണം. ആ എക്സ്പെക്റ്റേഷൻ കട്ട് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യലാണ്. നിങ്ങളെ സെൽഫായിട്ട് ഗ്രൂം ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കൊരു ഇപ്പോൾ ആസ് എ ഗേൾ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഒരാൾ വാങ്ങി തന്ന് നിങ്ങളെ സ്നേഹിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സെക്യൂർ തരേണ്ട അവസ്ഥ, നിങ്ങൾക്കൊരു ഷോൾഡർ തരേണ്ട ഒരു അവസ്ഥ, ഇതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റേ ആൾക്ക് ഓപ്പോസിറ്റ് ആ ഒരു ബേസിക് ട്രോമ ഹീൽ ചെയ്ത് എല്ലാം പ്രോപ്പറായി ആളും ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഇതിൽ ഈ സെക്സൊക്കെ ബേസിക്കലി നമ്മളൊരു ഫിയറിനൊക്കെ പോലെ തന്നെ നമ്മളൊന്ന് ഒഴിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ്. പിന്നെ അതൊരു ദൈവികമാവും, നമുക്കൊരു ആരാധന, നമുക്ക് ഒരുമിച്ചിരുന്ന് അത് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഒന്നായിട്ട്, നമ്മളിപ്പം വേറൊരാളോടാണല്ലോ നമുക്ക് സെക്സ് തോന്നുന്നത്, നമുക്ക് നമ്മളോടല്ലല്ലോ സെക്സ് തോന്നുന്നത്. അപ്പം നമ്മളെ സെയിം ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെത്തും. അപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ എത്താൻ നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡ് ആവണം. ചിലപ്പോൾ ചില ടൈമിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് എല്ലാ ഫ്ലക്ച്വേഷനും എഫക്റ്റ് ആവും. മൂണിൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും പോർട്ടൽ ചേഞ്ചിങ്, അങ്ങനെ എല്ലാ ഡീവിയേഷൻസും വളരെ ഹെവി ആയിട്ട് നമുക്ക് എഫക്റ്റ് ആവും. ആ സമയത്ത് പ്രോപ്പറായിട്ട് റിലാക്സ് ചെയ്യുക, നന്നായിട്ട് വാട്ടർ എടുക്കുക. ഡിപ്രഷൻ മോഡിലേക്കാണ് പോകുന്നതെന്ന് തോന്നും, ഇനി ആത്മഹത്യയാണ് വേണ്ടതെന്ന് തോന്നും. അതൊക്കെ സോളിന് വിരക്തി വരുന്നതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഓറിയൻറ്റഡ് ആവാണ്ടിരിക്കുമ്പം. അപ്പം റിലാക്സ്, ലിസൺ ടു യുവർ സോൾ. അപ്പം നമ്മളിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ഓരോന്നായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ തുടങ്ങും. ഈ പറഞ്ഞ ട്വിൻ ഫ്ലെയിമിനെയും നമ്മളൊരു ഘട്ടത്തിൽ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ തുടങ്ങും. വന്നാൽ വരട്ടെ, വന്നില്ലെങ്കിൽ വരണ്ട. അവിടെയാണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു യൂണിയൻ നടക്കാൻ പോകുന്നത്. അതൊരു നല്ല യൂണിയനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കല്യാണം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കി ഒരുമിച്ച് ജീവിക്കുക, അതൊക്കെ നടക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതുമായിട്ട് നിങ്ങൾ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ്. അതിൽ പ്രണയം, ഇപ്പോൾ കണ്ണനും രാധയ്ക്കും, കണ്ണൻ എത്രയോ ആൾക്കാരെ കല്യാണം കഴിച്ചു, അതിലൊന്നായി പോയതിനെ രാധേനെയും കൂടെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, അതിനൊരു സ്പെഷ്യാലിറ്റി നൽകുന്നത് അതൊന്നും അല്ലാതെയും അഗാധമായിട്ട് ഒരാൾക്കൊരാളെ ഫീൽ ചെയ്യാം. ഇപ്പം ഈ കണ്ണൻ്റെ രാധ എന്നുള്ളൊരു സീരിയൽ ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്ന സീരിയലാണ്. എനിക്ക് കുറച്ചുകൂടിയും അത് സ്പിരിച്വലായിട്ട് എടുത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ ഇഷ്ടമാണ്. അതിൽ രാധ കണ്ണൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഷീസ് വാക്കിംഗ്, അപ്പോൾ മുള്ളു കൊണ്ടിട്ട് കാല് മുറിയാണ്, പക്ഷേ അതിൽ ബ്ലീഡ് ചെയ്യുന്നത് കണ്ണൻ്റെ കാലിൽ നിന്നാണ്. സോ അങ്ങനെയുള്ളൊരു ഡീപ്പർ ലെവൽ ഓഫ്, അത് ലിറ്ററലി അങ്ങനെ കാണിച്ചത്. അത് എല്ലാ കഥകളും അങ്ങനെയാണല്ലോ, കുറച്ച് ഹൈലി എക്സാജറേറ്റഡ് ആണല്ലോ. അതുപോലെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ പെയിന് പോലും ഇവിടെ നമുക്ക് ഡീപ്പർ ലെവലിൽ ഫീൽ ചെയ്യും, അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഫീൽ ചെയ്യും. ആ ഒരു ലെവൽ ഓഫ് ഇൻറ്റിമസിയാണ് ട്വിൻ ഫ്ലെയിമിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിലല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും ആസ് എ ഒരു യൂട്യൂബർ ഞാൻ പറഞ്ഞു തരേണ്ടത്, എൻ്റെ റവന്യൂക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ഇത് കാണൂ, ട്വിൻ ഫ്ലെയിംസിൻ്റെ ഇത് കാണൂ, നിങ്ങളത് കാണും, നിങ്ങൾക്ക് എപ്പോൾ യൂണിയൻ എന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് അത് ഞാൻ ചെയ്തുതരാം, ഇത് ചെയ്തുതരാം, അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു സ്റ്റോപ്പ് വാച്ചിങ് ഓൾ ദോസ് ബുൾഷിറ്റ്. അതൊക്കെ പലതിലേക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ഓറിയൻറ്റഡ് എന്താണോ അതറിഞ്ഞാൽ മതി. പലരും വിളിച്ചിട്ടേ പല ടേംസൊക്കെയാണ് ചോദിക്കണേ, എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറയുകയാണെങ്കിൽ പല ടേംസും. എനിക്കത് അറിയേണ്ട ആവശ്യവുമില്ല. ഞാൻ പറയുന്നത് ഞാൻ എന്താണോ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണോ ലേൺ ചെയ്യുന്നത്, എന്താണോ എൻ്റെ എക്സ്പീരിയൻസ്, അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് എന്നെ ഗ്രൂം ചെയ്തെടുത്തത്, ഞാൻ എങ്ങനെയാണ്
ഇൻഡിപെൻഡൻ്റ് ആയത്, ഞാൻ എങ്ങനെയാണ് സെൽഫായിട്ടൊരു സ്റ്റെബിലൈസേഷൻ നേടിയത്, എങ്ങനെയായിരിക്കും ട്വിൻ ഫ്ലെയിമിലേക്ക് പോകുക എന്നുള്ള ഒക്കെ ചിലതെൻ്റെ ഇൻറ്റ്യൂഷൻസും ഒക്കെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇഫ് യു വാണ്ട് ആക്സെപ്റ്റ് ഇറ്റ് യു ക്യാൻ ആക്സെപ്റ്റ് ഇറ്റ്, അതർവൈസ് കീപ്പ് ഓൺ വാച്ചിങ് ട്വിൻ ഫ്ലെയിം, അത് സോൾമേറ്റ്, കാർമിക്, ദർ ആർ സോ മെനി. അത് ഇത് എനിക്കറിയില്ല, പല വേർഡ്സും ഞാൻ കേട്ടുപോലും എനിക്ക് പരിചയമില്ല പല വേർഡ്സും. അത് ആരുണ്ടാക്കിയ വേർഡ്സ് ആണെന്നും ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ബുക്സിലുണ്ടോ, ഇനിയിപ്പം ഏതെങ്കിലും യൂട്യൂബർ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ട് ലേൺ ചെയ്തോ, ഇനി ഏതോ ഒരു യൂട്യൂബർ വേറൊരു യൂട്യൂബറിൽ നിന്ന് കോപ്പി അടിച്ച് ചെയ്തതാണോ, ആ യൂട്യൂബർ വേറെ, അതിൽ നിന്നും യൂട്യൂബർ വേറെ, അങ്ങനെ വേൾഡ് വൈഡായിട്ട്. ദിസ് ഈസ് ആക്ച്വലി ബേസിക്കലി ഇന്ത്യൻ കൾച്ചർ. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഇന്ത്യൻ കൾച്ചർ. അതിൽ എനിക്ക് അറിയുന്ന എൻ്റെ ജീവിതാനുഭവം, ഞാൻ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ കൂടുതൽ ഞാൻ ലേൺ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, എനിക്കത് ലേൺ ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് ഇൻറ്റ്യൂഷൻസ്, ഐ നോ വാട്ട് ഐ ആം. അത് ഞാൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുപോലെ എല്ലാവർക്കും അത് വരട്ടെ. എല്ലാവർക്കും തനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം, ലോകത്തുള്ള എല്ലാ അറിവും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റലുണ്ടാവില്ല. നമുക്ക് വേണ്ട അറിവ് സീക്ക് ചെയ്ത് നമ്മൾ എറ്റേണലായിട്ട് എത്തുക. അതിൽ കുഞ്ഞു എക്സ്റ്റേണൽ നോളജുകൾ നല്ലതാണ്. പക്ഷേ ഇതിപ്പം ട്വിൻ ഫ്ലെയിമിൽ നിങ്ങൾക്ക് PhD എടുത്തിട്ടോ നിങ്ങൾ ഇനി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അങ്ങനെ റവന്യൂ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അതർവൈസ് ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള, അപ്പം നമ്മളിപ്പോൾ കുറേ തിയറം പഠിച്ചിട്ട് നമ്മൾ മാത്സും പണ്ട് പഠിക്കില്ലേ സയൻസ്, അതും ഇതൊക്കെ എന്തിനാണ് പഠിച്ചതെന്ന് വെച്ചാൽ അറിയില്ല. അപ്പം അതുപോലെ ആയിരിക്കും. അങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിക്കുക, ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പം നാളെ ഇടാൻ പറ്റുമെങ്കിൽ ഞാനിടാം, നാളെ വേറെ വഴിക്കും ആയിപ്പോയിട്ടില്ലെങ്കിൽ.